JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹു കേതുക്കളുടെ 2025 രാശിമാറ്റത്തിൽ മിഥുനം രാശിക്കാരായ മകയിരം 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ 3/4 ഭാഗം, അതായത് 1, 2, 3 പാദങ്ങളിൽ ചേരുന്ന മിഥുനം രാശിക്കൂറുകാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് അതിവിശാലമായ ലോകത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, അഥവാ ജീവിക്കുന്നത്. 50 വർഷം മുമ്പ് ഗ്രാമങ്ങളിൽ നിന്ന് ജീവനോപാധിക്കായിട്ട്, അതായത് ജീവിക്കാനുള്ള വൈഷമ്യം മാറ്റി സുഖകരമായ ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി വനമേഖലയിലേക്കും ഹൈറേഞ്ച് മേഖലയിലേക്കും ഒക്കെ കടന്ന്, അതായത് സ്വന്തം ജനിച്ചു വളർന്ന ആ ഗ്രാമത്തിൽ നിന്ന് മാറി കൃഷിയെ ആശ്രയിച്ച് ജീവിക്കാനായി പോയ ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് മറ്റേതെങ്കിലും ഒരു തൊഴിൽ തേടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യവും പിന്നീടുണ്ടായി. ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ മുതലായ പട്ടണങ്ങളിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിതം രക്ഷപ്പെടാനുള്ള ആ ഒരു തലത്തിലായിരുന്നു കുറേ കാലം മുമ്പ് വരെ. ജീവിക്കാൻ ഒരു തൊഴിൽ അന്വേഷിച്ചു പോയ കാലം. വീണ്ടും കുറേ കാലം കഴിഞ്ഞപ്പോൾ അറബി രാജ്യങ്ങളെ കൂടുതൽ ആകർഷിക്കുകയും കൂടുതൽ പേര് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇപ്പോഴാണെങ്കിൽ ലോകം മുഴുവൻ നമ്മുടെ കാൽക്കീഴിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ആളുകൾ പ്രയാണം ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസം, ഉന്നത നിലവാരമുള്ള ജോലി, ഇതൊക്കെയാണ് ലക്ഷ്യം. ഇത്രയും പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, രാഹു കേതുക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു രാശി കടക്കാൻ രാഹു കേതുക്കൾക്ക് 1.5 വർഷം വേണം. അങ്ങനെ സൂര്യനെ ഒന്ന് ഭ്രമണം ചെയ്യുന്നതിന് 12 രാശികൾ കടക്കുന്നതിനായിട്ട് 18 വർഷമാണ് രാഹു കേതുക്കൾ ചിലവാക്കുന്നത്. ഓരോ 18 വർഷത്തിൻ്റെയും കാലത്തിൻ്റെ ഒരളവ് പരിശോധിക്കുമ്പോൾ രാഹു കേതുക്കളുടെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതായത് വിദേശ ബന്ധത്തെയും അന്യമത സംസ്കാരത്തെയും ജീവിത രീതികളെയും ആചാരങ്ങളെയും മറ്റുള്ളവരിൽ എത്തിക്കാനും വിദേശ ബന്ധത്തെ കൂടുതൽ ആകർഷകമാക്കി മനസ്സിൽ ഭാവനാപരമായ ഒരു ലോകം സൃഷ്ടിക്കാനുമുള്ള കഴിവ് മറ്റ് ഗ്രഹങ്ങളെക്കാൾ വെറും ഛായാഗ്രഹങ്ങളായി കരുതുന്ന രാഹു കേതുക്കൾക്കുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് പറഞ്ഞത് രാഹു കേതുക്കൾ നിസ്സാരന്മാരാണെന്നും തള്ളിക്കളയണം എന്നുമൊക്കെ ചിന്തിക്കുന്നവരെ ഓർക്കുക. കാരണം അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നവരും ചിലരൊക്കെ പറയുന്നുണ്ട് രാഹു കേതുക്കളെ നോക്കേണ്ട കാര്യമേ ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ചത്. ഇവരത്ര നിസ്സാരന്മാരൊന്നുമല്ല. ഗ്രഹങ്ങളിൽ വെച്ച് വളരെ പ്രാധാന്യത്തോടെ കാണുന്ന പ്രബലമായ ഒരു ഗ്രഹമാണ്, അല്ലെങ്കിൽ വളരെ കഴിവുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. ഈ വ്യാഴത്തോടൊപ്പം രാഹു കേതു ബന്ധം വരുമ്പോൾ അതിൻ്റെയും ചില കാര്യങ്ങൾ അസ്ട്രോളജി തന്നെ സൂചിപ്പിക്കാറുണ്ട്. ഇതിനെ ഗുരു ചണ്ടാള യോഗം എന്നൊക്കെ പറയും. അതായത് വിദേശത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പലരെയും സഹായിച്ച് രക്ഷപ്പെടുത്തി ഉണ്ടാക്കുന്നതെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചെയ്ത് ഒടുവിൽ എല്ലാവരാലും ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്തവനെ പോലെ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതായത് പണ്ട് രാജാവിനെ പോലെ ഇപ്പോൾ പിച്ചക്കാരനായി എന്നു പറയുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ആ ഒരു നിസ്സഹായ അവസ്ഥയും ആ മാറ്റവും നമ്മൾ ചിന്തിക്കുമ്പോൾ രാഹു കേതുക്കളൊന്നും അത്ര മോശമാണ് എന്നൊന്നും ഞാൻ അഭിപ്രായം പറയില്ല. ജ്യോതിഷഭൂഷണം പോലെയുള്ള പഞ്ചാംഗങ്ങളിലും സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഇങ്ങനെയുള്ള ഗ്രഹണങ്ങളെ അവർ പറയുമ്പോൾ തന്നെ അതിൻ്റെ തീയതിയും അതുപോലെ ആരംഭിക്കുന്നത് എപ്പോഴാണ്, അവസാനിക്കുന്നത് എപ്പോഴാണ്, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ രാഹുഗ്രസ്ത സൂര്യഗ്രഹണം അല്ലെങ്കിൽ കേതു ഇങ്ങനെയൊക്കെ അതായത് രാഹു കേതുക്കളുടെ പേര് പോലും ഈ ജ്യോതിഷഭൂഷണം പഞ്ചാംഗങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം ഞങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കാരണം ഈ രാഹുകേതുക്കൾ അങ്ങനെ വളരെ നിസ്സാരന്മാരായി തള്ളിക്കളയാവുന്ന ഒന്നല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം പറഞ്ഞത്. 2025 മെയ് 18 രാഹുകേതുക്കൾ പുറകോട്ട് സഞ്ചരിച്ച് മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും രാഹുവും, അതുപോലെ കന്യരാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് കേതുവും മാറുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ നിന്ന് 9ാം ഭാവത്തിലേക്ക് മാറുന്ന രാഹുവും 4ാം ഭാവത്തിൽ നിന്ന്
മൂന്നാം ഭാവത്തിലേക്ക് മാറുന്ന കേതുവിനെയും നമുക്ക് കാണാൻ സാധിക്കും. 2023 ഒക്ടോബർ 30 മുതൽ 2025 മെയ് 18 വരെ മീനൻ രാശിയിൽ 10ാം ഭാവത്തിൽ രാഹു സഞ്ചരിച്ചപ്പോൾ കർമ്മരംഗത്ത് പല പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള ബുദ്ധിയും കഴിവും പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരുന്നു എന്നതാണ്. അതായത് 10 തൊഴിൽ രംഗം അഥവാ പ്രവർത്തന മേഖലയാണ്. നൂതന സാങ്കേതിക വിദ്യ, ഇൻ്റർനെറ്റ് മുതലായവ പ്രയോജനപ്പെടുത്തി ഓൺലൈൻ ബന്ധങ്ങൾ വിപുലപ്പെടുത്തി തൊഴിൽ മേഖല പരിഷ്കരിച്ച് മുന്നേറുന്ന ഒരു സ്വഭാവം നമുക്ക് 10ാം ഭാവത്തിലെ രാഹുവിനെ കൊണ്ട് കാണാൻ സാധിക്കും. ഏതു തൊഴിലായാലും അതൊന്നുകൂടി വിപുലീകരിക്കാനുള്ള ശ്രമം അവർ നടത്തും. മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്ന പ്രവണത പല കാര്യങ്ങൾക്കായി ധനം ചിലവാക്കുകയും ചെയ്യും. ധനലാഭവും കീർത്തിയും ഉണ്ടാകാൻ അല്പം വളഞ്ഞ വഴിയും സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടാൻ മറ്റുള്ളവരുടെ പ്രശംസ നേടാനുമൊക്കെ അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ ഏതു മാർഗമായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ഈ രാഹു കേതുക്കൾ, പ്രത്യേകിച്ച് രാഹു കാണിക്കും. കാരണം രാഹുവിന് തലയുണ്ട്. അതായത് ബുദ്ധിപരമായ കാര്യങ്ങൾ, ആശയപരമായ കാര്യങ്ങൾ, സ്വപ്നം കാണാനുള്ള കഴിവ്, ഇതെല്ലാം രാഹുവിനുണ്ട്. പ്രവർത്തിക്കാനുള്ള കഴിവുകളില്ലാത്ത, പ്രവർത്തിക്കണമെങ്കിൽ അത് ആരോടെങ്കിലും കൂടിച്ചേർന്ന്, ആരോടെങ്കിലും ഒത്തുചേർന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതായത് അവരെ പ്രലോഭിപ്പിക്കുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. മദ്യപാനം പോലുള്ള ശീലങ്ങളും ധനനഷ്ടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഈ 10ാം ഭാവത്തിലെ രാഹു സൂചിപ്പിക്കാറുണ്ട്. 2025 രാശിമാറ്റം മൂലം രാഹു 9ൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ പിതാവ്, പുത്രൻ എന്നിവരുമായി അത്ര ഇഷ്ടത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പ്രയാസമായിരിക്കും. കാരണം 9ാം ഭാവം പുത്രസ്ഥാനവും പിതൃസ്ഥാനവുമാണ്. അതായത് അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം അത്ര നന്നായിരിക്കില്ല എന്നാണ്. ചില സ്വഭാവ രീതികൾ പലർക്കും ഇഷ്ടപ്പെടാതെ വരും. ക്ഷമയില്ലാതെ കോപിച്ചുകൊണ്ടിരിക്കും. ജോലി, ധനം, കീർത്തി എന്നിവയ്ക്ക് കുറവൊന്നും വരത്തില്ല. കാരണം ബുദ്ധിപരമായി ചിന്തിച്ച് അവരുടെ കാര്യം എങ്ങനെ കൊണ്ടുപോകണം എന്ന് അവർ തന്നെ തീരുമാനിക്കും. കുംഭൻ രാശി ശനിയുടെ രാശി ആയതുകൊണ്ട് താഴ്ന്ന വിഭാഗക്കാരിൽ നിന്നും, ഭൃത്യജനങ്ങളിൽ നിന്നും, പാവപ്പെട്ടവരിൽ നിന്നുമൊക്കെ പരമാവധി നേട്ടമുണ്ടാക്കാൻ ഇവർ ശ്രമിക്കും. ഭാര്യ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും പല സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. പല കാര്യത്തിലും ഒരു പ്രധാനിയുടെ വേഷത്തിൽ കാര്യങ്ങൾ നടത്താനും നിയന്ത്രിക്കാനും ഇവർ ശ്രമിക്കുകയും ചെയ്യും. പിതാവിനെ കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്യും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ അതേപടി അംഗീകരിക്കുന്ന ഒരു സ്വഭാവമൊന്നും ഇവർക്കില്ല. ശത്രുത തോന്നുന്നവരെ ഏത് വിധത്തിലായാലും ബുദ്ധിപരമായി നേരിട്ട് തോൽപ്പിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കേതുവിനെ സംബന്ധിച്ചാണെങ്കിൽ 4ാം ഭാവത്തിൽ സഞ്ചരിച്ചു തുടങ്ങിയ 2023 ഒക്ടോബർ 30 മുതൽ വീട്ടിൽ ചില അസ്വാരസ്യങ്ങളും മാതാവിനും മാതൃകുടുംബത്തിലുള്ളവരുമായി ചില അകൽച്ചയും, കൃഷി സംബന്ധമായ കാര്യം, ഭൂമി സംബന്ധമായ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലും, അതുപോലെ വഴിപ്രശ്നം, വസ്തുതർക്കം, വാഹന സംബന്ധമായ ചില വിഷമതകൾ, ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അപകടങ്ങൾ, കുറ്റാരോപണം, അപവാദം, കലഹം, വീട് മാറി താമസിക്കേണ്ടി വരുന്ന സാഹചര്യം തുടങ്ങിയ പല വിഷയങ്ങളും ഉണ്ടാകും. കന്യരാശി ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ യാത്രയും അലച്ചിലും, അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. തടസ്സം വരിക, അതുപോലെ തന്നെ നിർത്തിപ്പോകേണ്ടി വരിക. അതായത് തടസ്സം വരിക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമുണ്ടായി നിർത്തിവെക്കേണ്ട സാഹചര്യം വരിക. ഇതെല്ലാം കേതു 4ൽ സഞ്ചരിക്കുന്ന കാലത്ത് വലിയ മെച്ചമില്ലാതെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ്. 2025 മെയ് 18 കേതു ചിങ്ങൻ രാശിയിൽ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കേതു പല ഗുണങ്ങളും ചെയ്യും. കാരണം 3, 6, 11 ഭാവങ്ങൾ ഇവർക്ക് നല്ല ഭാവങ്ങളാണ്. അതുകൊണ്ട് എന്നാൽ സഹോദരങ്ങളുമായി, 3ാം ഭാവത്തിൻ്റെ കാരകൻ സഹോദരനാണ്, സഹോദരങ്ങളുമായി അത്ര നല്ല ബന്ധമൊന്നും ഉണ്ടാകില്ല. അതുപോലെ ദുർജനങ്ങളുമായി അടുപ്പം കൂടുതൽ കാണിക്കും. വലിയ പ്രതിഭാശാലിയെപ്പോലെ കഴിയാനൊക്കെ ശ്രമിക്കും. മാതാപിതാക്കൾക്കും വീട്ടിലുള്ളവർക്കും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നും വരാം. പരിസരവാസികളിൽ ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരുമായി, അതായത്
ചുറ്റുപാടുമുള്ള ചില ശത്രുക്കളുമായിട്ടൊക്കെ ഒത്തുചേർന്ന് അവരുമായിട്ടൊക്കെ ലോഹ്യം കൂടുന്ന കാര്യവും ഉണ്ടാകും, അല്ലെങ്കിൽ അടുപ്പം കാണിക്കും. കാര്യസാധ്യത്തിന് ആരുമായും ചേർന്ന് നിൽക്കും. ഔദാര്യമുള്ളവനാണെന്ന് കാണിക്കാൻ മറ്റുള്ളവർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഏത് വഴിയിലൂടെ ഏതു മാർഗം സ്വീകരിച്ചാലും കാര്യം സാധിക്കാൻ മിടുക്ക് കാണിക്കും എന്നതാണ് ഈ 3-ാം ഭാവത്തിൻ്റെ പ്രത്യേകത. ബലവും പ്രസിദ്ധിയും പല ഗുണങ്ങളും ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. രാഹുകേതുക്കൾ പരസ്പരം അകന്ന 7-ാം രാശിയിൽ പരസ്പരം സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. രാഹുകേതുക്കൾ 7-ാം രാശിയിൽ നിൽക്കുമ്പോൾ ഇവർക്കിടയിൽ മറ്റ് ഗ്രഹങ്ങൾ എല്ലാം വരുന്ന അവസ്ഥയെ കാളസർപ്പയോഗം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു വലിയ ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സ്വന്തമായി വലിയ കഴിവ് കാണിക്കുന്നവരല്ല രാഹുകേതുക്കൾ. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ബിരുദന്മാരാണ് എന്നുള്ളതാണ്. പാരമ്പര്യ രീതികളും ആചാരങ്ങളും ചിന്താഗതികളും ജാതിമത വ്യവസ്ഥകളും ലോകോത്തര നിലവാരത്തിലേക്ക് തോന്നിപ്പിച്ച് മറ്റുള്ളതുമായി താരതമ്യം ചെയ്ത് നിലവിലുള്ളതിനെ തള്ളിപ്പറഞ്ഞ് മറ്റുള്ളതിനെ സ്വീകരിക്കുന്ന ചിന്താഗതി ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളാണ് ഈ രാഹുകേതുക്കളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇവർക്കിടയിൽ മറ്റ് ഗ്രഹങ്ങൾ വന്ന് കാളസർപ്പയോഗമായാൽ ജീവിതം നശിച്ചു പോകുന്ന ഒരു ചിന്താഗതിയൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല. കാരണം കാളസർപ്പയോഗം അത്ര വലിയ കാര്യമൊന്നുമല്ല. രാഹുകേതുക്കൾക്കിടയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ തന്നെ യോഗം ബലമുള്ളതും അതുപോലെ തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ ശേഷിയുള്ള ഗ്രഹങ്ങളുമൊക്കെ ഇതിൻ്റെ മധ്യത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ ഈ കാളസർപ്പയോഗം അല്ലെങ്കിൽ മഹാകാളസർപ്പയോഗം എന്നൊക്കെ പേര് പറഞ്ഞ് നമ്മൾ ഭയക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. എന്നാൽ രാഹുകേതുക്കളുടെ സ്വഭാവം എന്താണ്? അവർ പരസ്പരം 7-ാം രാശിയിലാണ് നിൽക്കുന്നത്. പരസ്പരം വൈരുദ്ധ്യം നിറഞ്ഞ കാഴ്ചപ്പാടാണ് ഉള്ളത്. അവരുടെ രീതികളും കാര്യങ്ങളും നമ്മൾ ഏറെക്കുറെ മനസ്സിലാകുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജാതകത്തിലെ അവസ്ഥകൾ കൂടി പരിഗണിച്ച്, അതായത് 3, 6, 10, 11 ഭാവത്തിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ ശുഭയോഗ ബന്ധങ്ങളുള്ളതുമൊക്കെ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരുപാട് ഗുണവും ചെയ്യും. ഇപ്പോൾ ജാതകത്തിൽ ലഗ്നത്തിൽ രാഹു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാജയോഗം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ലഗ്നത്തിൽ രാഹു മാത്രം നിൽക്കണം എന്ന് പ്രത്യേകം പറയുന്നുമുണ്ട്. അങ്ങനെ രാഹു ലഗ്നത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും ബന്ധമില്ലാതെ നിൽക്കുമ്പോൾ, രാഹു ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യമാണല്ലോ ലഗ്നം. അപ്പം സ്വാഭാവികമായും ആരോഗ്യ സംബന്ധമായി വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ എന്ത് യോഗമുണ്ടായാലെന്താ? അപ്പം ഈ പറയുന്നത് അധികാരമുണ്ടാകാം, പണമുണ്ടാകാം, മറ്റുള്ളതുണ്ടാകാം, പക്ഷെ മനസ്സമാധാനവും ആരോഗ്യവും ഇല്ലെങ്കിൽ പിന്നെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്നത് പോലെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണാവൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.